മഞ്ഞ പട്ടുവിരിച്ച സൂര്യകാന്തി പൂക്കൾ മലയാളികൾ കൺകുളിർക്കെ കണ്ടിരുന്നത് ഗുണ്ടിൽപേട്ടയിലെ പൂപ്പാടങ്ങളിലാണ്. മനം മയക്കുന്ന പൂക്കളുടെ സൂര്യ തേജസ് കണ്ടാസ്വദിക്കാൻ ഒത്തിരിയൊന്നും യാത്ര ചെയ്യേണ്ട. നമ്മുടെ നാട്ടിലുമുണ്ട് അത്തരമൊരു കാഴ്ച. ഷാൻ ജോസഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ചീരാലിലെ കഴമ്പിൽ സുരേഷിന്റെ പാടശേഖരം ഇന്ന് ധാരാളം സന്ദർശകരെ കൊണ്ട് നിറയുകയാണ്. പീതവർണ്ണത്തിൽ വിടർന്നു വിലസുന്ന സൂര്യകാന്തി പൂക്കളുടെ ഭംഗി ആസ്വദിക്കാനാണ് സന്ദർശകരുടെ വരവ്. 3 പതിറ്റാണ്ടിലേറെയായി കാർഷിക മേഖലയിൽ സജീവമായ സുരേഷ് ഇതാദ്യമായാണ് സൂര്യകാന്തി കൃഷി പരീക്ഷിക്കുന്നത്. ചെറുമാട് പാടശേഖരത്തിലെ 1 ഏക്കർ സ്ഥലത്ത് വിടർന്നു നിൽക്കുന്ന പൂക്കൾ ഇപ്പോൾ മനം മയക്കുന്ന കാഴ്ചയാണ് സമ്മാനിക്കുന്നത്. കർണാടകയിലെ കൃഷി സ്ഥലങ്ങളിൽ ഫാമിലിയായി പോകുമ്പോൾ അവിടുത്തെ കൃഷി കാണുകയും കുട്ടികൾക്കും എല്ലാവർക്കും കൂടി അത് കാണാൻ ആഗ്രഹിക്കുന്ന അവിടുത്തെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞ് രാവിലെ എത്തുകയും ഈ സ്ഥിരം അവിടെ കാണാനുള്ള ഒരു ബുദ്ധിമുട്ടും പിന്നെ അവിടുത്തെ കൃഷി ഇത്രത്തോളം ഭംഗി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുമില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് നമുക്കിങ്ങനെ കർണാടകയിൽ പോകാതെ ഇവിടെ തന്നെ നമുക്ക് കർഷകർക്കോ അല്ലെങ്കിൽ നമ്മൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിൽ നല്ലൊരു കൃഷി ഇവിടെ സെറ്റിൽ ചെയ്തുകൂടെ എന്നുള്ള ഒരു ആലോചനയിലാണ് നമ്മൾ ഇവിടേക്ക് കൃഷി വിപുലപ്പെടുത്തിയത്. 1 ഏക്കറോളം ആണ് ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിത്ത് കർണാടകയിൽ മാത്രമാണ് കിട്ടുകയുള്ളൂ. ചീരാൽ പ്രദേശങ്ങളിൽ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കർഷകർ സൂര്യകാന്തി കൃഷി ചെയ്യുന്നുണ്ട്. കർണാടകയിൽ നിന്നാണ് വിത്ത് കൊണ്ടുവരുന്നത്. 90 ദിവസം കൊണ്ട് വിളവെടുപ്പിന് പാകമാകും. കഴമ്പിൽ പാടശേഖരത്തിൽ ജനുവരി മാസത്തിൽ ആരംഭിച്ച കൃഷി ഇപ്പോൾ വിളവെടുപ്പിന് പാകമായി നിൽക്കുകയാണ്. സംസ്കരണത്തിന് ജില്ലയിൽ സൗകര്യമില്ലാത്തതിനാൽ കർണാടകയിലാണ് വിപണി. 3 മാസത്തെ പരിചരണം കൊണ്ട് തരക്കേടില്ലാത്ത വരുമാനം കിട്ടുമെന്ന് സുരേഷ് പറയുന്നു. കൃഷി വിജയമായതോടെ കൂടുതൽ സ്ഥലത്ത് വിത്തിറക്കാനുള്ള തീരുമാനത്തിലാണ് ഇദ്ദേഹം. ഷാൻ ജോസഫ്, മലനാട് ന്യൂസ്, ചീരാൽ.